മലയാളത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന, മലയാളത്തിന്റെ ഡിജിറ്റൽ മീഡിയയിൽ റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. പോയ വർഷത്തിൽ ഏറ്റവും കൂടുതൽ തിളങ്ങുന്ന പെർഫോമൻസ് നമ്മൾ ഡിജിറ്റൽ മീഡിയയിൽ കാഴ്ചവെച്ച് ഒരുപിടി താരങ്ങളെ ഇന്ന് ഈ ഒരു രാവിലെ ഞങ്ങളിതാ ആദരം കൊണ്ട്, ഞങ്ങളുടെ സ്നേഹം കൊണ്ട് മൂടാൻ പോവുകയാണ്. എന്നും കാഴ്ചയുടെ വിസ്മയങ്ങൾ ഡിജിറ്റൽ മീഡിയയിലൂടെ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ നിന്നും നിങ്ങൾ ഇന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും ലാർജ് സ്കെയിൽ ഇവന്റ് ആണ് ഇന്ന് ആൽഫ ഹൊറൈസന്റെ ഈ ഒരു വേദിയിൽ സംഭവിക്കാൻ പോകുന്നത്. സോ ഒരിക്കൽ കൂടി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ഓരോ പ്രതിഭകൾക്കും ഒരു വലിയ നമസ്കാരം പറഞ്ഞുകൊണ്ട് വെൽക്കം ടു മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ബൈറ്റ് ഹോംസ് ഫോർ ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസ് 2025 co-sponsored by AGD Gold and Diamonds, ഞങ്ങളുടെ വെന്യൂ പാർട്ണർ ആൽഫ ഹൊറൈസൺ, ഇവന്റ് പാർട്ണർ അത്തം ഇവന്റ്സ് ആൻഡ് റിഫ്രഷ്മെന്റ് പാർട്ണർ ടേസ്റ്റ് ഫസ്റ്റ് കേറ്ററേഴ്സ്. ഒരു വലിയ കൈഡിയോടെ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്താലോ? എന്ത് എനർജി? ക്യാൻ വി ഗെറ്റ് സം എനർജി? എന്തെങ്കിലും ഒന്ന് ബഹളം വെച്ചേ. കാരണം സോഷ്യൽ മീഡിയയിൽ ഇതൊന്നും അല്ല എനർജി എന്ന് എനിക്കറിയാം. മലയാളത്തെ ഈ പറഞ്ഞ പോലെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. ഓരോ ദിവസവും ഓരോ കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് മലയാള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇവന്റ് പോലും നടക്കുന്നത്. കാരണം പോയ വർഷം നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ, ഡിജിറ്റൽ ഹാൻഡിൽസിൽ ഏറ്റവും കൂടുതൽ നല്ല കണ്ടന്റുകൾ, ഏറ്റവും നല്ല പെർഫോമൻസസ് കാഴ്ചവെച്ചവരെയാണ് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ഇവിടെ ഇതാ അംഗീകരിക്കാൻ പോകുന്നത്. അപ്പോൾ മലയാളത്തിൽ ആദ്യത്തെ കാഴ്ചയാണ്. മാത്രവുമല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ഒരുപാട് നല്ല പെർഫോമൻസസും സർപ്രൈസസും നമ്മളിവിടെ കരുതി വെച്ചിട്ടുണ്ട്. അടുത്ത നമ്മുടെ ഒരു അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പൊന്നമ്മ ചേച്ചീനെ ഒന്നുകൂടി ഞാനൊന്ന് വിളിക്കാൻ പോവാണ്. പൊന്നമ്മ ചേച്ചി ഒന്ന് വരാവോ? ഒന്നുകൂടി ഞങ്ങൾക്ക് ഒരു അവാർഡ് കൊടുക്കാനായിട്ട്. പൊന്നമ്മ ബാബു ചേച്ചിയാണ് ഞങ്ങളുടെ സ്റ്റാർ ഡാൻസർ ഓഫ് ദി ഇയർ. ആരാണെന്ന് ഞങ്ങളിവിടെ ഇതാ നോക്കാൻ പോവാണ്. സ്റ്റാർ ഡാൻസർ ഓഫ് ദി ഇയർ ആണ്. സ്റ്റാർ ഡാൻസർ ഓഫ് ദി ഇയർ ആരാണെന്ന് നോക്കുന്നു. പൊന്നമ്മ ചേച്ചിയാണ് ഞങ്ങളുടെ അവാർഡ് ഏറ്റുവാങ്ങാനായിട്ട്, നൽകാനായിട്ട്, ഇത്തവണ ഏറ്റുവാങ്ങാനില്ല, ഞങ്ങൾ നൽകിക്കഴിഞ്ഞു. ഞങ്ങളുടെ ആദരം നൽകാനായിട്ട് എത്തുന്നത്. ഇതിൽ സ്റ്റാർ ഡാൻസർ ഓഫ് ദി ഇയർ ആണ്. ആൻഡ് സ്റ്റാർ ഡാൻസർ ഓഫ് ദി ഇയർ ആരാണെന്ന് അറിയാനായിട്ട് പോകുന്നു. ഈ പറഞ്ഞതുപോലെ തന്നെ പൊന്നമ്മ ചേച്ചി, ഇനി ഞങ്ങളുടെ മെയിൻ ഒരു സ്റ്റാർ വരാനിരിക്കുകയാണ്. ആരാ? ഇത്ര പെട്ടെന്ന് മനസ്സിലായി? പരിപാടി കഴിയുമ്പോഴാണോ വരുന്നത്? പരിപാടി കഴിഞ്ഞിട്ടാണോ? ലേറ്റ് വന്നാലും ലേറ്റസ്റ്റാ വരുന്ന ഒരു സ്റ്റാറാണത്. സ്റ്റാർ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്ന ഒരു കൈയ്യടി കേൾക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വരവിന് വേണ്ടിയുള്ള ഞങ്ങളുടെ കാത്തിരിപ്പാണ്. അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പൊന്നമ്മ ചേച്ചിയാണ് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ എന്താണേലും ഞാൻ തന്നെ ആ പേര് ഇനി അനൗൺസ് ചെയ്യാൻ പോവാണ്. നമുക്ക് വീഡിയോ കോളൊന്ന് കണ്ടാലോ? ഓക്കെ. ധ്യാൻ ശ്രീനിവാസൻ, പൊട്ടിച്ചിരികളോടുള്ള കൂട്ടുകെട്ട് കൈവിടാത്ത വ്യക്തിത്വം. സിനിമയിലും സൗഹൃദ സദസ്സിലും ഡിജിറ്റൽ രംഗത്തും ധ്യാൻ കരുത്തായത് സ്വന്തം നർമ്മബോധത്തിന്റെ വ്യത്യസ്തമായ തലങ്ങളാണ്. നാട്യങ്ങളില്ലാത്ത സംസാരവും പെരുമാറ്റവുമാണ് ധ്യാനിനെ മറ്റു താരങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. ഏവരോടും സരസമായി സൗഹൃദത്തോടെ സംസാരിക്കുന്ന ധ്യാൻ താരഗൗരവങ്ങളില്ലാത്ത സാധാരണക്കാരനായാണ് അന്നും ഇന്നും പെരുമാറുന്നത്. കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ചൊല്ലൊന്നുമില്ലേ? പൊതുവേദികളിലെയും അഭിമുഖങ്ങളിലെയും ധ്യാന്റെ ചിട്ടയായ തമാശകൾക്ക് ആരാധകർ ഏറെയാണ്. താരത്തിരക്കുകൾക്കിടയിലും ഡിജിറ്റൽ ലോകത്തിന്റെയും മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെയും വളർച്ചയ്ക്കും മാറ്റങ്ങൾക്കും ഒപ്പം എന്നും ചങ്ങാതിയായി കൂടെ നിൽക്കുന്ന പ്രിയ സുഹൃത്ത് ധ്യാൻ ശ്രീനിവാസന് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസ് 2025 വേദിയിലേക്ക് സ്വാഗതം. ഇവിടെ ഇതാ ഞങ്ങളുടെ ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർ ഓഫ് ദി ഇയർ 2024 is all here, ധ്യാൻ ശ്രീനിവാസ്. ഡ്യൂറോഫ്ലെക്സ് മെത്തകളുടെ പോലെ നോ കേട്ടോ. എനിക്ക് ആക്ച്വലി ഞങ്ങൾക്ക് എന്നും പറയാൻ റൈറ്റ്സ് ഉള്ള ആൾക്കാരായോണ്ടാണ് അതുകൊണ്ടുള്ള സ്നേഹാന്വേഷണം ഞങ്ങൾ ഇവിടെ നടത്തുന്നത്. റൈഫിൾ ക്ലബിലെ ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അവാർഡ് കൊടുത്തിരിക്കുക. അലമാര തുറന്ന് വെടിവെച്ചതിനുള്ള അവാർഡ് മേടിച്ചിട്ട് നിൽക്കുകയാണ് ഞങ്ങളുടെ പൊന്നമ്മ ചേച്ചി. പടം കണ്ട എന്നാ അഭിപ്രായം? അല്ല, അലമാരക്കകത്ത് കഷ്ടപ്പെട്ട് കയറുന്ന അവാർഡ് മസ്റ്റ് ആയിട്ട് തരണം. അലമാരക്കകത്ത് കയറിയിരുന്നതിന് അവാർഡ്, അല്ലാതെ ആ വേഷം ചെയ്തതിനല്ല. ആ വേഷം ചേച്ചിയില്ലാതെ വേറെ ആർക്കാ മലയാളത്തിൽ ചെയ്യാൻ പറ്റില്ല? അത് ഒരാളെ ഓപ്ഷൻ പറയൂ. ആരാ ഉള്ളേ?
ആളില്ല. അല്ല, അങ്ങനെ വെടിവെക്കാൻ പറ്റുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ ധ്യാനെ? അതും അലമാര തുറന്നിട്ട്. അല്ല, ആ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് ബാക്കി എല്ലാ വെടിയും ഓക്കെ, നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ആ വെടിയൊക്കെ. പക്ഷെ ഈ വെടി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വെടിയായിരുന്നു. എന്താണ് ഈ പറയുന്നത്? അല്ല, ആ വെടിവെക്കൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത അങ്ങനെ, സർപ്രൈസ് അത് ആയിരുന്നില്ലേ, ഞെട്ടിച്ചില്ലേ? അതിന്റെ സംശയം എന്നറിയാമോ, അത്രയും നേരം അതിനകത്ത് എങ്ങനെ ഇരുന്നു? അത്ര നേരം എങ്ങനെ ഇരുന്നു? പക്ഷെ അത്ര സുരക്ഷിതമായിട്ടായിരുന്നു അതിനകത്ത് ഞാൻ ഇരുന്നത്. ആണല്ലേ, അത്ര മറ്റേ ലാലേട്ടൻ നരസിംഹത്തിനകത്ത് വെള്ളത്തിന് ഒളിച്ചിരിക്കുന്ന പോലെ. അല്ല, പക്ഷെ അത് കറക്റ്റായിട്ട് അവർ അതിനെ കയറ്റി ഇരുത്തി സ്റ്റെപ്പൊക്കെ ഇട്ട് അതിനകത്ത് അലമാരിക്കകത്ത് കയറി. അതിനകത്തുള്ള ഇടയുണ്ടായിരുന്നു, പക്ഷെ അവരത് ഇരുന്നതിന് ശേഷം എല്ലാം ഫില്ല് ചെയ്ത. പക്ഷേ ചേച്ചി പറഞ്ഞു ആദ്യമായിട്ടാണ് ചേച്ചി തോക്ക് കൈകൊണ്ടോടുന്ന, ആദ്യമായിട്ടാണ് പറഞ്ഞേക്കുന്നത്. ആന്നേ, ഇതുവരെ ചേച്ചി ഒരു തോക്ക് എടുത്തിട്ടില്ല, ഇല്ല, വെടി വെച്ചിട്ടുമില്ല. വെടി വെച്ചിട്ടുമില്ല. ഇല്ല, ചേച്ചിയല്ലേ പറഞ്ഞത്? അതെ, വെടി വെച്ചിട്ടില്ല. ആ, വെച്ച വെടി കൊണ്ടല്ലോ, കൊണ്ടു കൊണ്ടു പ്രേക്ഷകരുടെ മനസ്സിൽ കൊണ്ടു. അത് മതി. ഉഗ്ര സിനിമയായിരുന്നു. അപ്പൊ അതുകൊണ്ട് പക്ഷെ നമുക്ക് തോന്നിയില്ല അല്ലെ, അങ്ങനെ ഇതുവരെ വെടി വെക്കാത്ത ഒരാളാണെന്നൊന്നും തോന്നിയില്ല. വി ഫെൽറ്റ് ലൈക്ക് ഒരുപാട് വെടി വെച്ച ആളാന്ന് തോന്നി. ഞാൻ നല്ല വെടിക്കാരി അത് പറയുന്നുണ്ട് അതിനകത്ത്. അല്ല, ഞാൻ പറയുന്നത് അങ്ങനെയല്ല. നമ്മൾ ഈ ഗണ്ണൊക്കെ നമുക്ക് ചിലവർ പിടിക്കുന്ന കാണുമ്പോൾ അറിയാൻ പറ്റും. ആ സ്റ്റൈൽ, ദ പാറ്റേൺ ദേ ആർ ഹോൾഡിംഗ് അപ്പ് ദ ഗൺ കാണുമ്പോൾ അറിയാൻ പറ്റും. പക്ഷെ ചേച്ചിക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് അതിങ്ങനെ യൂസ് ചെയ്ത് വരുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു എന്നാണ് വാട്ട് ഐ മെന്റ്. അത് പഠിച്ചതാ, എൻ്റെ എക്സ്പീരിയൻസ് ചെയ്യാൻ അവിടെ ആളുണ്ടായിരുന്നു അവിടെ തോക്കെടുക്കാനും എടുക്കാനും. വലിയ തോക്കുണ്ടാവും, വലിയ തോക്കിന് ഭയങ്കര വെയിറ്റാ. പലമാരുടെ ആയതുകൊണ്ട് എൻ്റെ കയ്യിൽ ചെറിയ തോക്ക് വന്നേ. അല്ലെ വലിയ തോക്ക് ഞാൻ ആദ്യം പഠിച്ചേ. വലിയ തോക്കുമായിട്ടായിരുന്നെങ്കിൽ ആ എൻട്രി എങ്ങനെ ഉണ്ടാവും ചേച്ചിക്ക്? ആ വലിയ തോക്ക് ചേരുമായിരുന്നോ ധ്യാനെ? പക്ഷെ അലമാരിക്കത്തൊന്നും വെടി വരും, വലിയ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. ആ, അതുകൊണ്ട് വെടിവെക്കുന്ന സീൻ ഉണ്ടെന്ന് അലമാരിയിൽ നിന്ന് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വിചാരം അലമാരിയുടെ പുറകിൽ നിന്നിട്ട് തോക്കുമായിട്ട് വരുമെന്നുള്ള കഥ പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിൽ കണ്ടത്. കാരണം അതിനകത്ത് ഷാപുഷ്കർ എൻ്റെ അടുത്ത് അവിടെ ചെന്നപ്പോൾ കഥ പറഞ്ഞത് അങ്ങനെയായിരുന്നു. പക്ഷെ അലമാരിക്കകത്ത് ഉള്ളി കയറി ഇരുന്നിട്ടാന്നുള്ളത് പിന്നെ എൻ്റെ അടുത്ത് വരുന്ന ഉണ്ണിമായയാണ്. അങ്ങനെയാണ്. ഞാൻ എന്താ തോന്നുന്നത്, എന്തായാലും ചേച്ചിയുടെ വെടിവെപ്പ് നന്നായിട്ട് തന്നെ. വെടിവെപ്പിനപ്പുറം ആ സിനിമ ഗംഭീര സിനിമയായിരുന്നു. സൂപ്പർ. അതെ 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 അതെ, തീർച്ചയായും. അപ്പൊ ഞങ്ങൾ ഇനി കൂടുതലായിട്ട് ജസ്റ്റ് ഫോർ ഫൺ, കാരണം എന്തും പറയാൻ ഞങ്ങൾക്ക് റൈറ്റ്സ് ഉള്ള ഒരാളാണ് പൊന്നമ്മ ചേച്ചി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഷീൽ ടേക്ക് ഇറ്റ്. അതെ, ധ്യാനോടും. അതെ. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഇനി അത് അനൗൺസ് ചെയ്യാൻ പോവാണ് ചേച്ചി. അപ്പൊ ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർ ഓഫ് ദ ഇയർ 2024 ആരാണ്? ധ്യാൻ ശ്രീനിവാസൻ. എനിക്കുണ്ടോ അവാർഡ്? എനിക്കുണ്ടോ? ധ്യാനാണ് ഞങ്ങളുടെ ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർ ഓഫ് ദ ഇയർ 2024. പൊന്നമ്മ ചേച്ചിയാണ് അവാർഡ് നൽകുന്നത്. ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ എത്ര സിനിമകൾ, മാക്സിമം നമ്പർ ഓഫ് സിനിമാസ് ഇപ്പൊ മലയാളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടറാണ് ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്നത്. മമ്മൂക്കയുടെ 86-ലെ നമ്പർ വരെ കടത്തി വെട്ടിയാണെന്നാണ് ഇപ്പൊ ഞാൻ അറിഞ്ഞേക്കുന്നത്. അല്ല, മമ്മൂക്കയുടെ 86-ലെ പടങ്ങളൊക്കെ ഓടിയിരുന്നു ചെറിയ രീതിയിലൊക്കെ. ആ രീതിയിൽ അവാർഡ് ഇത് ശരിക്കും ഞാൻ ഗിന്നസിലാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോ അല്ല സത്യമായിട്ടും ഞാൻ ഈ ഒരു അവാർഡ് പ്രതീക്ഷിച്ചില്ല കേട്ടോ. ആണ്. ഇനി തുടർന്ന് അങ്ങോട്ട് അവാർഡുകളുടെ നേരെ ആവട്ടെ, അങ്ങനെയുള്ള നല്ല പടങ്ങളും വരട്ടെ, ചെയ്യട്ടെ. അതിൽ എല്ലാ കൊല്ലം ഡിജിറ്റൽ സ്റ്റാർ മതി എനിക്ക്. അല്ല, ബാക്കി ഇനിയും ധ്യാനോട് ചോദിക്കാനുണ്ട്. അതിന് മുമ്പായിട്ട് വളരെ പിവറ്റൽ ആയിട്ടുള്ള ഒരു അവാർഡ് കൂടി നമ്മൾ കൊടുക്കാൻ പോവാണ്. രാത്രി കൂളിംഗ് ക്ലാസ് വെച്ചിരിക്കുന്നത് നിന്റെ സംശയം സത്യം? സത്യം പറയട്ടെ, ഇതൊന്ന് വായിച്ചു നോക്കിയേ. അത് വായിക്കാൻ പോലും ഞങ്ങൾക്കറിയില്ല. ഇത് ഡോൾസ് ഗബാന എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. ഞാൻ കഴിഞ്ഞ വർഷം അമേരിക്കയിൽ പോയപ്പോൾ എടുത്തതാണ്. രണ്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ആയി. ഒന്ന്, അവൾ അമേരിക്കയിൽ പോയിട്ടുണ്ടെന്നുള്ള കാര്യവും